എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നൊരു ഫിലിപ്സിൻ്റെ ഒരു കുഞ്ഞൻ റേഡിയോയാണ് കേട്ടോ. RL191 ഫിലിപ്സിൻ്റെ. ഇതെല്ലാവർക്കും പരിചയമുള്ളൊരു ചെറിയ റേഡിയോ ആണ്. കേൾക്കാൻ നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല രസകരമായ സൗണ്ടുള്ള ഒരു റേഡിയോ ആണ്. വളരെ ചെറുതാണെങ്കിലും നമുക്ക് ചെറിയ പൈസയ്ക്ക് നല്ല രീതിയിൽ FM AM ഒക്കെ കേൾക്കാൻ പറ്റുന്ന റേഡിയോ ആണ്. അപ്പോൾ ഇതൊരാൾ ഒന്ന് അഴിച്ചു നോക്കിയിട്ട് സ്വിച്ച് കംപ്ലൈൻ്റാണെന്ന് പറഞ്ഞു പുള്ളി നമ്മളെ തിരിച്ചേൽപ്പിച്ചാണ്. പുള്ളി തന്നെ അഴിച്ചു നോക്കിയത് റേഡിയോ. അപ്പോൾ അതിൻ്റെ സ്വിച്ച് പുള്ളി ഒന്ന് ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും അത് കംപ്ലൈൻറ്റ് ഡാമേജ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് സ്വിച്ചൊന്നും ഇല്ലാതെ പുള്ളി തന്നത് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനിത് അഴിച്ചു വെച്ചിരിക്കുകയാണ്. അഴിച്ചത് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമല്ലോ എന്ന്. നമ്മുടെ ഏരിയയിൽ കണക്ഷൻ. അപ്പം പുള്ളി ഇതിൻ്റെ ട്യൂൺ ചെയ്യുമ്പോൾ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ബാൻഡ് മാറ്റുമ്പോഴും അപ്പം ബാൻഡ് സ്വിച്ച് ഇല്ലാതെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പം ഡീസോൾഡർ ചെയ്തപ്പോഴാണെന്ന് തോന്നുന്നു അതിൻ്റെ 2 പ്രിൻ്റ് പോയിട്ടുണ്ട്. ബാൻഡ് സ്വിച്ചേ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇത് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഒരു വീഡിയോ എടുക്കാൻ തോന്നുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ വരുന്നൊരു കംപ്ലൈൻറ്റ് നമുക്ക് ഈ 2 കംപ്ലൈൻറ്റ് ഒറ്റ വീഡിയോ പരിഹരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് കൂടുതലായിട്ട് സാധനമൊന്നും വേണ്ട. ഇത് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന 10 രൂപയുടെ സ്വിച്ച്, ഡബിൾ പോൾ സ്വിച്ച്, 2 സൈഡിലേക്ക് മാറ്റുന്ന സ്വിച്ച്. അപ്പോൾ ഇതിൻ്റെ ബാൻഡ് സ്വിച്ച് ഒന്നും നമുക്ക് ഇതിന് ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ 3 കണക്ഷൻ കൊടുക്കാം, ഒരു സൈഡിൽ 2 കണക്ഷൻ കൊടുക്കാം. ഓക്കെ. പിന്നെ ഈ 3 കണക്ഷൻ വരുന്ന ഭാഗം നമുക്ക് FM എന്ന് എഴുതിയിരിക്കുന്ന സൈഡിലോട്ടും 2 കണക്ഷൻ വരുന്ന ഭാഗം നമുക്ക് AMൻ്റെ സൈഡിലോട്ടും ആക്കി കൊടുക്കുക. ആകെ സോൾഡറിങ് വരുന്നത് 5 പാഡിലേ ഇത് വരത്തുള്ളൂ. അപ്പോൾ 5 പാടും നമുക്ക് വേറെ ഒന്നും ഒരു ഐഡൻറ്റിഫിക്കേഷനും വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് നോക്കി കഴിഞ്ഞാൽ 3ൻ്റെ കണക്ഷനും 2ൻ്റെ കണക്ഷനും കൊടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ആ സ്വിച്ച് തന്നെ ഉപയോഗിക്കാതെ ഈ ടൈപ്പ് ലോക്കൽ സ്വിച്ച് ഉപയോഗിച്ച് നമുക്കിതിനകത്ത് ഇത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ. നമ്മളിതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടേ 5 കണക്ഷൻ. നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിത് പ്ലേസ് ചെയ്യാനൊക്കെ പറ്റും PCBക്കകത്ത്. ഇപ്പം നമുക്കിതിന് ഒരു സപ്ലൈ കൊടുത്തിട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ സപ്ലൈ ഞാൻ ഈ ബാറ്ററി പുറത്തുനിന്ന് കൊടുക്കുക. അപ്പം ഇത് പുറത്തുനിന്ന് നിങ്ങൾ സപ്ലൈ കൊടുക്കണമെങ്കിൽ മസ്റ്റായിട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്തോണേ. 3.3 വോൾട്ട് കൂടുതൽ വരരുത്. ഈ SI 4825 IC പെട്ടെന്ന് പോകുന്ന ICയാണ് വോൾട്ടേജ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ നമ്മുടെ റേഡിയോയുടെ ബാൻഡൊക്കെ മാറുന്നുണ്ട്, റേഡിയോ ഓണും ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആൻറ്റിന കൊടുത്തിട്ടൊന്ന് നമുക്കൊന്ന് ട്യൂൺ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് സിഗ്നൽ കിട്ടുന്നുണ്ട്, നല്ല ക്ലിയറായിട്ട് തന്നെ നമ്മുടെ പ്രോഗ്രാം വർക്കാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞത് ഇതിൻ്റെ സ്റ്റേഷൻ 2-3 പ്രാവശ്യം തിരിക്കേണ്ടി വരും. അപ്പം ഇടയ്ക്ക് കിട്ടാതെ വരും. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ഒരു പോയിന്റിൽ നിർത്താൻ പറ്റുന്നില്ലെന്നൊക്കെയാണ്. ഓക്കെ. ചെറിയ രീതിയിലൊരു വേരിയബിളിനൊരു കംപ്ലൈൻ്റ് ഉണ്ട്. 1-2-3 പ്രാവശ്യം റൗണ്ട് ചെയ്താലേ നമുക്കൊരു സ്റ്റേഷൻ തട്ടി കിട്ടുന്നുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ആൾ പറഞ്ഞത് ക്ലിയറാണ്. അപ്പം നമുക്കിത് ഊരിയെടുക്കാം. ഇത് ഗ്യാങ്ങൊന്നും അല്ല, എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നത് 100K വേരിയബിൾ. ഇത് ഊരിയെടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പം 100K പ്രോപ്പറായിട്ട് കാണിക്കും. പക്ഷേ ഇതിൻ്റെ വർക്കിങ്ങിൽ ഇത് ചെറിയ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അതിൻ്റെ റെസിസ്റ്റൻസിന് കോണ്ടാക്റ്റ് വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ 50Kയോ 100Kയോ സാധാരണ നമ്മളിത് ഒരു കൺട്രോൾ എടുത്തിട്ട് നമുക്ക് ഇതേ പ്ലേസ് തന്നെ, പൊളാരിറ്റി ഒന്നുമില്ല, സെൻറ്റർ വരുന്ന വിധത്തിൽ 2 സൈഡിലോട്ട് എവിടെ വേണമെങ്കിലും സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം ഇത് അതിൻ്റെ കംപ്ലൈൻ്റ് ആണോ ഇല്ലെന്ന്. അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മറ്റേത് മാറിയാം. അല്ലോ, ഇപ്പം ക്ലിയറായിട്ട് നമ്മുടെ പ്രോഗ്രാം കിട്ടുന്നുണ്ട്. ഓക്കെയാണ്. അപ്പോൾ ഇനി കറക്റ്റ് ഒരു പോയിൻ്റ് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതൊന്നാണെങ്കിൽ കറക്റ്റ് ഒരു പോയിന്റിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ. ഇപ്പം നമുക്ക് റൈറ്റ് തിരിച്ചാലും ലെഫ്റ്റ് തിരിച്ചാലും ഒരു കൃത്യം പോയിന്റ് നമുക്ക് നിർത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പോയിന്റ് കറക്റ്റായിട്ട് നിർത്താൻ പറ്റുന്നത് കൊണ്ട്
നമ്മുടെ വേരിയബിളിലൂടെ മാറ്റി കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ആ ട്യൂണിങ്ങിൻ്റെ പ്രശ്നം മാറും. ഓക്കെ, ഓക്കെ. അപ്പം നമ്മുടെ പഴയ എൻ്റെ ഒരു പഴയ പറഞ്ഞതുകൊണ്ട് നമുക്കിതങ്ങ് ചേഞ്ച് ചെയ്ത് പഴയത് ഇതുപോലെ തന്നെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് അവൈലബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ആ 100Kയുടെ സാധാരണ കൺട്രോൾ ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ചെയ്തത് മറ്റേതിനേക്കാളും. അപ്പോൾ ഇതിനും ഇങ്ങനെ കംപ്ലയിൻറ്റ് വരുമ്പോൾ നമുക്ക് ഇതുപോലെ 100K ഇട്ടിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വളരെ എളുപ്പമാണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ അതിന് ശേഷം മാത്രം നമ്മളത് അഴിച്ചു മാറ്റി പുതിയത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് പുതിയ ഒരെണ്ണം. അപ്പം ഓക്കെ, ഇനിയിപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന രീതി ഒന്നുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാവേ. നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് കേസിലോട്ട് ഇത് പിടിപ്പിക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. എന്തെങ്കിലും ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചോ നല്ല സോൾഡറിങ് ആണ് ഉരുക്കിയൊക്കെ പിടിപ്പിക്കുന്നത്. നമ്മളതൊരു അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളത് എല്ലാം കേസിനകത്താക്കി. ഇപ്പോൾ ട്യൂണിങ്ങിൻ്റെ പ്രശ്നമോ ബാൻഡ് മാറുമ്പോഴുള്ള പ്രശ്നമൊന്നുമില്ല. അത് നമ്മളെ ഏൽപ്പിച്ചൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ സ്റ്റേഷൻ്റെ പ്രശ്നമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും മാറിയാലും സെൻറ്റർ പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ ഇതുപോലുള്ള കംപ്ലയിൻറ്റ് നിങ്ങൾ കിട്ടിയാൽ വിട്ടുകളയാതെ ഇങ്ങനെ ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.